അതിന് മേലല്ലേ വീണ്ടും കണ്ടെയ്താൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നില്ല കണ്ടോ കണ്ടെയ്താൻ വേണ്ടി ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് കണ്ടെയ്താൻ പഠിക്കാതെ പെട്ടെന്ന് കൂടി പാസ്സാക്കി തരാം. കുളിച്ച് റെഡി ചെയ്ത കാറി വന്നിരിക്കുന്നു. ഇനി കോളേജിൽ പോകണം. വൈറ്റ് ഷർട്ട് ഇവിടെ ഉണ്ട്, അതിടാൻ വലിയ കോളേജിൽ പോയിട്ട് വരാം. പയ്യന്മാരൊക്കെ ഇതായിരിക്കുന്നുണ്ട്. ഒരാളെ വെയിറ്റിംഗ് ആണ്. എന്തെല്ലാം വന്നിട്ട് കാണാം. എന്ന് വന്നാലും പണി തന്നെ. എന്താ വണ്ടി സ്റ്റാർട്ടാവണില്ല. ബാറ്ററി ഡൗൺ ആയടാ. സ്റ്റാർട്ടാവോ ഇത്? കോളേജ് എത്തോ? 8:30 വിളിച്ച് വീട്ടിൽ നിന്ന് അലസി പുറത്ത് കൊണ്ടുവന്നു. 9 മണിയായി. വീട് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ടായി. അപ്പം ഗൈസ് നമ്മൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സെമിനാർ എടുക്കേണ്ട സംഭവം എഴുതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. ഇന്ന് സെമിനാർ എടുക്കണം. 2 സെമിനാറാണ് ഇന്ന് എടുക്കേണ്ടത്. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. എന്തായാലും സെമിനാറിന് എഴുതട്ടെ, അത് കഴിഞ്ഞ് വരാം. അങ്ങനെ കോളേജിലെത്തി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് കോളേജിൽ കയറിയതുപോലെ അറിഞ്ഞില്ല. എല്ലാവരും ഉറങ്ങി. അപ്പം ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് പീരീഡ് ഇന്റേണൽ എക്സാമും കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഇനി എന്തെങ്കിലും ചെയ്യാം. എനിക്കിനി ഷർട്ട് ഇട്ടില്ലല്ലേ, എനിക്കിനി ഷർട്ട് ഇടണം. അടച്ചില്ല. എനിക്കിനി ഷർട്ട് എടുത്തിടണം. അതാ ഷർട്ട് ഇതാ കിടക്കണം. ഇനി അതൊക്കെ എടുത്തിട്ടിട്ട് വേണം പോവാൻ. പോയിട്ട് ഉറക്കം. ബാക്കിൽ ക്ലാസ് ഇത്, അവിടെ ക്ലാസ്സാണ്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത പീരീഡോട്ട് കയറാം. രാവിലെ ഉറക്കം അവരെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കാനാണ് പറ്റിയത്. ഡേയ് കൊണ്ടിരുന്നാ മതിയാ? പിന്നെ ക്ലാസ്സിൽ പോകണില്ലേ? എക്സാം സൂപ്പർ. നോക്കി ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. 2 മോൻ കഴിയാൻ പരിക്കണം. പോയിട്ട് നമുക്ക് ഒരുമിച്ച് കയറാം. ഇനി എന്തായാലും എക്സാം എഴുതണം. ഇനി ഒരു പീരീഡും കൂടെ കാണുമെന്ന് വിചാരിക്കണം. മോഡിഫൈ ചെയ്തിട്ടാ എന്താ? ഇല്ല, മൂട്ടില്ല. കാലത്തായിരുന്നു ഇങ്ങ്. ഇതെങ്ങനെ കാലം ഇങ്ങെത്തി? അതിന് മേലല്ലേ പരീക്ഷ കൊള്ളാം. അവിടെ ഉണ്ടായിരിക്കും എല്ലായിടത്തും ഉണ്ടാട്ടെ ഇതൊക്കെ. പരീക്ഷ സമ്മതിക്കണ്ട സാർ. എന്താ ഇവന്മാർക്കൊന്നും അറ്റൻഡൻസ് ഇല്ല, വരെയില്ല, ക്ലാസ്സിലും വരില്ല. എന്ത് സിബില്ലേ? ഓ അത് പോയാ. ഇവനൊന്നും അറ്റൻഡൻസ് ഇല്ല. ഇനി മിക്കവാറും 1 വർഷം കൊണ്ടിരുന്ന് പഠിക്കേണ്ടി ആവും. ഞാൻ പോയി പരീക്ഷ ചെയ്തിട്ടാ. ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ പരീക്ഷ പേപ്പർ കിട്ടി. ഇനി എഴുതണമെങ്കിൽ ആരെയും പറഞ്ഞോ. എല്ലാവരും നെരുങ്ങിയിരിക്കുന്നുണ്ട്. എഴുതാം. നീ പറഞ്ഞോ. ക്ലാസ്സിൽ ബെഞ്ചില്ല ഗൈസ്. എവിടെ ഇരിക്കും നമ്മൾ? ഇനിയിപ്പോൾ തീരാറായില്ലേ? ഇനി നമുക്ക് വീട്ടിൽ പോയിരിക്കും. വീണ്ടും കണ്ടെയ്താൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നില്ല കണ്ടോ? കണ്ടെയ്താൻ വേണ്ടി ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് കണ്ടെയ്താൻ പഠിക്കാതെ ഞാൻ പഠിച്ചിരുന്നു. വേണ്ട എഴുതാൻ പോകണം. എഴുതാം. ശരി, സ്പീഡ് പോരാ. ഞാൻ ഇത്ര എഴുതിയിരുന്നപ്പോഴീ പൊട്ട ഇത് ഇത്ര ആയത്. സ്പീഡ് പോരാ. കണ്ടെയ്താനെങ്കിലും സ്പീഡ് വേണോ? എന്നെ പോലെ കണ്ടെയ്താനെങ്കിലും സ്പീഡ് വേണോ? ശല്യം. ആഹാ 1 2 ചുമ്മാടാ. എന്താടാ ഇങ്ങനെ? എന്താടാ അങ്ങനെ? അസൈൻമെന്റ് ആയിട്ട് ഇന്ന് സിനോപ്സ് വെച്ചോണ്ടിരിക്കുകയാണ്. മാറോ സെമിനാർ എടുത്തോണ്ടിരിക്കുന്നു. പൊട്ട സെമിനാർ എടുക്കാൻ പോകും. ഇതെങ്ങനെ വായിക്കും? വായിക്കും.
എന്താ പറഞ്ഞു? സബ്സ്ക്രൈബ് അടുത്ത എക്സാം കംപ്ലീറ്റ് ചെയ്ത് ടീച്ചർ ഫോൺ പിടിച്ചോണ്ട് അതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റും. അത് അവർ തന്നെ കണ്ടെഴുതിക്കൊണ്ടേ ഇങ്ങനെ പഠിക്കാതെ പറഞ്ഞത് എന്താ വേറെ അടുത്ത് നോക്കണം. എല്ലാവരും ഇങ്ങനെ അതാക്കണം. അതെ ഞാൻ എഴുതി കഴിഞ്ഞു. പഠിച്ചെഴുതണോളൂ എന്നെ പോലെ. രണ്ട് എക്സാം ഞാൻ പഠിച്ചെഴുതില്ല പൊന്നോ. ഇതാ ഒരുത്തം പറഞ്ഞു. അപ്പോൾ ശരി, ഇത് എഴുതിക്കൊണ്ടിങ്ങനെ ഉണ്ടല്ലേ, നീ ഇങ്ങനെ വരല്ലേ തോമ്പിള്. ഓക്കെ ഓക്കെ. ബാക്കിന്ന് അവർ കണ്ടിരുന്നില്ല കേട്ടോ. വെയിലെന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കുന്ന വേറൊരു പട്ടിണി. കാറ് തുറന്നിട്ട് നോക്ക്, വെയിലായിട്ട്. പിന്നെ പോയി സർട്ടിഫിക്കറ്റ് അടിക്കണം. അവിടെ പോടാ വിളമ്പാ. അത് കരിവണ്ട് പോലിരിക്കണം. എൻ്റെ അടുത്താണ് പറയണം. സീനില്ല എനിക്ക്. ഇതേത് വണ്ടി? FC MD. താത്താ ഈ പട്ടിയിലാണ് എന്തിനാണ് ചെവരിന് വയ്ക്കണം. പുതിയ GT ന്യൂ എഡിഷൻ 2024 ഇറക്കിയ വണ്ടി. ടാങ്കിൻ്റെ ഒക്കെ അവസ്ഥ കിട്ടുന്നുണ്ടാണ്. GTയുടെ ഹാൻഡിലൊക്കെ അയക്കുന്ന ഇതുപോലെ ഇരിക്കുമായിരുന്നല്ലോ. നോക്കാം, അല്ല ഒറിജിനലിനെ വെറുതെ നൈസാണ്. പട്ടി ഇറക്കി പോകണം. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ ഡ്രസ്സ് മാറ്റി രാവിലത്തെ എടുത്തിട്ട് ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. ബാഗിനകത്തുണ്ട്. ഇനി സർട്ടിഫിക്കറ്റ് അടിക്കാൻ വേണ്ടി നേറ്റിങ്ങനെ കോർട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം എന്തായാലും ഇതാ ബാക്കിൽ പൊട്ട. ഇനി ബാക്കി ഭയമാരും വരാണ്ട് കഴിച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ കോളേജ് ഉണ്ടോ? നമ്മൾ അധിക ദിവസം ഇനി കോളേജില്ല. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. മിസ് ചെയ്യണോ കോളേജ്? നീ ലോകത്തിന് അധിക ദിവസം കാണൂല, നീ ഉടനെ ചാവാൻ പോയില്ലേ? ചോദിക്കണ്ടായിരുന്നു. അപ്പം എന്തായാലും പോയി ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. എന്തെങ്കിലും കഴിക്കുമായിരിക്കും. കോളേജ് CSA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ്. അതെ, ഞാൻ പഠിക്കുന്ന LLB ആണ്. തിരാറായി ലാസ്റ്റ് വർഷം. ഇനി എന്തായാലും വക്കീലൊക്കെ ആയി. ഞാൻ യൂട്യൂബിൽ കാണാം. എന്താ വക്കീലിനെ കാണിക്കും. നീ വക്കീലാവൂലേ? ഞാൻ BCom LLB LLM. ഓഹോ, ഇപ്പൊ കിട്ടും. ആദ്യമേ സെമിനാർ പഠിക്കും. ഞാൻ ഇതൊക്കെ 3 വർഷത്തിൽ ക്ലിയർ ചെയ്യും. കണ്ടാ മതി കേട്ടാ. പിന്നെ ഇതുപോലെ ഒരു വണ്ടി കൂടെ ഉണ്ട്, സ്കോർപ്പിയോ. പിന്നെ ലാൻഡ് റോവറൊക്കെ ഉണ്ട്. ശതാകുമ്പോൾ സെയിൽ ചെയ്യും. സ്കോർപ്പിയോ ഉണ്ട്. നമ്മളെ പണ്ടത്തെ പടക്കുതിരയായിരുന്നു. ശാസാന ഇപ്പം ഇല്ല. ഇപ്പം ഉണ്ട്, എടുക്കാറില്ല. ലാൻഡ് റോവറാ? അതെ, ഇവന് ലാൻഡ് റോവർ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ വിറ്റ്. ഇവന് പൈസയ്ക്ക് അഹങ്കാരം. ഇവൻ വിറ്റത്. ഇവന് എൻ്റെ അപ്പനും കൂടെ അത് വിറ്റ്. എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ഒരു സ്കോർപ്പിയോ ഉണ്ട്. അതിലാണ് നമ്മളിവിടെ മൊത്തം കറക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അവന്മാർ ഇവൻ്റെ കസിൻസ് അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമുക്ക് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടാം. നമുക്ക് പട്ടിച്ച് കാണിക്കും. യെസ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കഴിക്കാൻ പോവാം. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ 30 രൂപയുള്ളൂ കൊണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ മിസ് ചെയ്യില്ല. നമുക്ക് അതൊക്കെ പോയി കഴിക്കാം. യെസ്, താഴെ ഓക്കെ. പക്ഷെ എന്നാലും നമുക്ക് എന്നാ പോവാം. എന്താ വീഡിയോ എടുത്തോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരാളെ പേര് പറഞ്ഞിട്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പിണങ്ങി. ഇവിടെയാണ് ഹോസ്റ്റലിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് പോവാം. അങ്ങനെ വിളിച്ച ഓർമ്മ അവർക്ക് കാണില്ല കേട്ടോ. എന്തോ പേടിയാട്ടോ. നിതീഷിന്റെ വന്നില്ല. നിതീഷ് രണ്ടാമത്തെ കേട്ടോ. കഴിക്കാൻ വേണ്ടി ഹോട്ടലിലെത്തി. അവള് വിളിച്ചിട്ട് വന്നില്ല. അവൾ എടുത്തില്ല ഫോൺ. എനിക്കൊണ്ട് തിരക്കായിരിക്കും. നമുക്ക് എന്തായാലും പോയി കഴിക്കാം. വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഫുഡ് വരട്ടെ. സ്ഥാനത്തെത്തി. കഴിക്കാം. എനിക്കൊരു മീൻ. നിനക്ക് മീൻ വേണോ? രണ്ട് മീൻ മാറോ? കൈയെടുത്താൽ പറ്റുമോ? കഴിക്കാൻ സമ്മതിക്കും. നിന്റെ ചോറല്ലേ? നീ കൈയിട്ട് വരണം. ദിവസം കൈയിട്ട് വരാൻ വേണ്ടി മാത്രം വരണം പയ്യെ. കുഴപ്പമില്ല, പാവല്ലേ. പാവല്ലേ. ജിമ്മനാടാ നീ? ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോ? നിന്റെ പൈസ നീ കൊടുത്താ? എല്ലടാ പൊങ്ങിയോ. ഇത് പ്രശാന്ത്, ഇത് നിതീഷ്,
ഇത് ഇതായിരുന്നു. ഇത് പവിഴം പ്രവീൺ. ഇത് എൻ്റെ തോന്നിയാസമുള്ള ഫോൺ. ഞാൻ എന്നെ അറിയാലോ ചിത്രമായി അടി കൊടുത്തിട്ടുണ്ടോ ബൈ ഒന്നും തരാൻ പോയിട്ട് കേട്ടോ ബൈ കഴിച്ചിരുന്നാ ഒന്ന് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നിറഞ്ഞു അടിയിൽ പൂച്ച എന്തായാലും എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫാണ് കൊള്ളാമെന്ന് അറിഞ്ഞൂടാ. ഫുൾ കാര്യം എന്തെങ്കിലും ഞാനൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ചൊക്കെ മിസ്സായിരിക്കും. സെറ്റാക്കാം. ആദ്യമായിട്ടാണ് വേണ്ടി സെറ്റാക്കാം. വെള്ളം ഇല്ലെന്നായിരുന്നു. പോവാം, എണീക്കാം. അടയ്ക്കോ? എ സി ഇട്ടിരിക്കണ അടയ്ക്കോ? എന്തോ പറയാൻ പറ്റില്ല. അടയ്ക്കോ? ഇതാണ് അശ്വിൻ ബ്ലോഗർ. എന്നോട് കളിച്ചാലിങ്ങ എങ്ങനെ ഇരിക്കും? ഇല്ല ഇങ്ങനെ തന്നെ ഇരുന്നു. ഇതെന്ത് ബാക്കിലോട്ട് പോണേ? ഫ്രണ്ടിലോട്ടല്ലേ പോവേണ്ട? ഓഫായില്ല ഗുയിസ്. നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടോ? കണ്ട നമുക്ക് ഇനി തിരിച്ച് മേളിലോട്ട് പോകാം. ഫോൺ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. നമ്മൾ മിറർ വഴി നോക്കുന്നുണ്ട്, ആരും വരുന്നില്ല. സോ വണ്ടി ഇടിച്ചു ചല്ലാത്താൽ. അയ്യേ കണ്ണാപ്പി പ്രവീൺ. ഗുയിസ് നമുക്ക് വീണ്ടും കോളേജിലോട്ട് പോകണം കേട്ടോ. കോളേജിൽ പോയിട്ട് പോകാം. ഇവിടെ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ പിണങ്ങി. ഇവിടെ നിന്ന് പോവാം. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇറങ്ങണം തുടങ്ങണം. പോവാം. നൈസ് വന്നാണെന്ന് ഒറ്റ ഉറക്കം ഇറങ്ങിയതേ ഉള്ളൂ. താഴെയിട്ട് ഇനി വേണം താഴെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഇനി കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. നൈറ്റ് ഫുള്ള് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് സെറ്റ് ചെയ്യാം ജനലിനുള്ളിൽ കൂടെ. എന്തായാലും താഴെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരും. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? എൻ്റെ വണ്ടി വാങ്ങിച്ചപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അതുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട്സ്. പിന്നെ ഇത് ഞാനും വേറൊരു ഫ്രണ്ടും. ഇതിൻ്റെ അകത്തൊരു കൊഞ്ച് കിടപ്പുണ്ട്. ഇത് കിടക്കുന്നുണ്ടോ? അപ്പോൾ അതൊക്കെയാണ് ഇത് എവിടെയൊക്കെ ഇരിക്കുന്നത്. എന്തായാലും താഴോട്ട് പോവാം. ഈവനിങ്. സോറി ഗൈസ്, ഉറക്കെ പറ്റി ശരിയായില്ല. എന്താ ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ എന്ത് ചെയ്യാൻ തിന്നാൻ അതിന് കൊള്ളായിരിക്കും. അതുകൊണ്ട് ഒരുപാട് പിടിച്ചിട്ടുണ്ട്. നിൽക്കട്ടെ നമുക്കിപ്പോൾ എന്തായാലും താഴെ പോകാം. എന്നിട്ട് തിന്നാൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഐസപ്പം ചായയൊക്കെ കുടിച്ച് വന്നിരിപ്പുണ്ട്. കാർഷല് മോൻ കഴിയതാണ് വന്നിരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് പുറത്ത് വിട്ടുതരാം. അപ്പം പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് കൂട്ടാൻ്റെ വീട്ടിൽ തന്നെ പോവാം. അപ്പോൾ വണ്ടി ഉണ്ടോ? നമ്മൾ സ്റ്റോക്കൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ഉണ്ടോ? സ്റ്റോക്കൊക്കെ ആക്കി മിററൊക്കെ കയറ്റി പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് കൂട്ടാൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും കോളേജിലുള്ള ഡേ ആയിരുന്നു. അപ്പോൾ നൈറ്റ് എന്തായാലും എടുക്കാൻ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി എന്തായാലും നാളെ സെമിനാർ ആയതുകൊണ്ട് അതിൽ നിന്ന് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് ഇഷ്ടമായെങ്കിൽ, ഡെയിലി വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ലാഗൊക്കെ വരും. പിന്നെ സെറ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കുറച്ചൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ സമയത്തൊന്നും ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. പിന്നെ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെയും വീഡിയോ സെറ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും. നമുക്കതുപോലെ സെറ്റാക്കാം. പിന്നെ ലൈക്കും കൂടെ അടിക്കും വീഡിയോയ്ക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ഗൈസ്. അങ്ങനെ ഞാൻ കൂട്ടാൻ്റെ വീട്ടിലെത്തിക്കണ്ടോ? വണ്ടിയുടെ ലുക്ക് ഉണ്ടോ? വൈകുന്നേരത്തെ വ്യൂ. നമ്മളെ ഡ്യൂക്കും തരിപ്പുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പോകും. അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ ഉണ്ടാക്കിയത്. വാവ് വണ്ടി